ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പൊതിച്ചോറുണ്ടാക്കിയ വീഡിയോ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. വേറെ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്, ബർഗർ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബർഗർ. അപ്പോൾ അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ബർഗർ പാറ്റി ഓർഡർ ചെയ്തെടുത്ത് നമുക്ക് കിട്ടിയത് ചിക്കൻ നഗറ്റ്സ് ആണ്. സീനൊന്നുമില്ല, നമ്മൾ ചിക്കൻ നഗറ്റ്സ് ഉള്ളിൽ വെച്ചിട്ടാണ് ഇന്ന് ബർഗർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഞാൻ അധികം വലുതാക്കി ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആ വീഡിയോയിലോട്ട് പോയാലോ? ബർഗർ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചിക്കൻ നഗറ്റ്സ്. പിന്നെ ചിക്കൻ പാറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതൽ. അപ്പം നമ്മൾക്ക് ലാഭം കിട്ടിയതിനകത്ത് നമ്മൾ ഇതങ്ങോട്ട് എടുക്കുകയാണ്. പിന്നെ ഇതാ മയണൈസും കെച്ചപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് വെജീസ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് ലെറ്റ്യൂസ് കിട്ടിയില്ല, അതിന് പകരം നമ്മൾ ക്യാബേജിൻ്റെ ലീഫാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ബർഗർ പാറ്റി അല്ല, അപ്പം അതിന് പകരം നമ്മൾ പറഞ്ഞായിരുന്നു ചിക്കൻ നഗറ്റ്സ് ആണ്. അപ്പം ഇത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ ഫില്ല് ചെയ്തിട്ട് കാര്യം. അപ്പം ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഹാർട്ട് ഷേപ്പ് പോലെ ഉണ്ട്. വാവ്, ട്രയാങ്കിൾ. ഓക്കെ, ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ചൂടായിട്ടുണ്ട്. അധികം ഇത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് മൊത്തം ഇട്ട് കൊടുക്കണം. കാരണം കരിഞ്ഞ് പോയത് ഇത് ഷെയ്ഡൊന്ന് മാറി ഒന്ന് ബ്രൗൺ കളറിലായാൽ മതി. ഈ വെജിറ്റബിൾസ് നമുക്ക് കഴുകണം. ഫസ്റ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് മതി. ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. കാരണം കുറച്ച് നോയ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ സൗണ്ട് ആകെ മാറിയിരിക്കുക, ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല. നല്ലപോലെ പനി പിടിച്ചു. മാറുമായിരിക്കും എന്തായാലും. അപ്പോൾ ഞാൻ എല്ലാ വെജീസും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ റൗണ്ടിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് റൗണ്ടിലല്ലേ വെക്കാറ്. അപ്പോൾ ഞാനൊരു 2 കാരണം ബണ്ണ് അത്യാവശ്യം ഇച്ചിരി വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വീതം വെക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ എനിക്ക് നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ടി കൂടിയിട്ടുണ്ട് സവാളയ്ക്കൊക്കെ. സീനില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് കഴിക്കാനല്ലേ. അതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ബണ്ണ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബണ്ണ് 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഹാഫായിട്ടാണ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലാണ് അതിൻ്റെ ഫില്ലിങ്സ് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ബണ്ണ് അതിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ കടകളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മയണൈസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബണ്ണിൻ്റെ 2 സൈഡിലും 2 പോർഷനിലും ചെയ്ത് കൊടുക്കണം ശരിക്കും. ഫസ്റ്റ് ഞാനിപ്പോൾ താഴെ മാത്രമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫില്ലിങ്സ് വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ ഓപ്പോസിറ്റ് ബണ്ണിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ മയണൈസ് ആവശ്യത്തിനേറെ വെക്കുന്നുണ്ട്. കാരണം മയണൈസിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേകം ഇതുണ്ടാവില്ലോ. ഇത് വെജ് മയണൈസ് ആണ് കേട്ടോ. കൂടുതലും നോൺ വെജ് മയണൈസ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് വെജ് ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. പിന്നെ നമുക്ക് ചീസ് വെക്കാം. അപ്പോൾ ചീസ് വെച്ച് കഴിഞ്ഞാൽ ചീസ് ബർഗർ ആവും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ക്യാബേജിൻ്റെ ലീഫ് എങ്ങനെ വെക്കണമെന്നുള്ള ഡൗട്ടായിരുന്നു എനിക്ക്. ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെക്കാമെന്നൊക്കെ ഓർത്തു.
പിന്നെ ഇങ്ങനെയാണല്ലോ ഇരിക്കാറ്. പക്ഷേ ഇതിപ്പോൾ ഒരുമാതിരി പൊങ്ങിയിരിപ്പുണ്ട്. ഇത് താത്തി വെക്കാനായിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം ഐഡിയ എനിക്ക് അപ്പോഴത്തേക്കും പോയില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചു. ചെറുതായിട്ട് നൈഫ് വെച്ച് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലീഫിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ നഗറ്റ്സ് 3 വെച്ചാണ് ഒരെണ്ണത്തിനകത്ത് ഫില്ല് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബൺ അത്യാവശ്യം ഇത്തിരി റൗണ്ട് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഫില്ല് ചെയ്തത്. പിന്നെ 2 ടൊമാറ്റോ ഒരെണ്ണത്തിനകത്ത് വെച്ച് കൊടുത്തു. പിന്നെ ഓണിയൻസ് ഞാൻ പറഞ്ഞല്ലോ കട്ടി കൂടിയതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെക്കാനായിട്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ ചുവ അറിയാൻ പറ്റും. എനിക്കപ്പോൾ അത്ര ഇഷ്ടമല്ല സവാള. അതുകൊണ്ട് ഞാനത് ഇങ്ങനെ റിങ് പോലെ ആക്കിയെടുത്ത് വിടിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. സീനില്ല, ഇങ്ങനെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ആ കെച്ചപ്പ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ കെച്ചപ്പിൻ്റെ ഓൾറെഡി ആ സോസിൻ്റെ ജാറുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒഴിച്ചു കൊടുക്കാമായിരുന്നു. ഇതിപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഓപ്പോസിറ്റ് ബണ്ണിൽ നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന ഇതിനകത്തും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് രണ്ടും കൂടെ അടച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പം ഗ്രില്ല് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രോംഗ്രാനൈറ്റ് ജ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് സോഡയൊക്കെ ഒഴിച്ച് സെറ്റായിട്ടൊരു ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്തായാലും ബർഗർ കഴിക്കുന്നില്ല, അപ്പോൾ ഇച്ചിരി ലാവിഷൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഷോപ്പിൻ്റെ സെറ്റപ്പ് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. കഴിച്ചു നോക്കുന്ന ഒരു പ്രക്രിയ എൻ്റെ എല്ലാ വീഡിയോയിലുള്ളതാണ്. അപ്പോൾ അത് കഴിച്ചു നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. കാരണം നഗറ്റ്സിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. നമുക്കപ്പോൾ കടയിലുണ്ടാക്കാൻ പോയി മേടിക്കാൻ പറ്റില്ലെങ്കിൽ സംഭവം മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിലെല്ലാം സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇത് ഫുള്ളായിട്ട് കണ്ടവരാണെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.